Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. നിയുക്ത ചേലക്കര MLA UR പ്രദീപിന് പരക്കാട് സെന്ററിലും മെതുകിലും വെച്ച് സ്വീകരണം നൽകി. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്ന പര്യടന പരിപാടിക്കിടെയായിരുന്നു സ്വീകരണം നൽകിയത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച UR പ്രദീപ് വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി പര്യടനം നടത്തി. പര്യടനത്തിന്റെ ഭാഗമായി പാറക്കാട് സെന്ററിലും മെതുകിലും എത്തിയ അദ്ദേഹത്തിന് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് ശേഷം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് അദ്ദേഹം രാവിലെ 8 മണിയോടെ തന്നെ മുതിർന്ന പാർട്ടി പ്രവർത്തകരും വിവിധ സംഘടനാ ഭാരവാഹികളും നാട്ടുകാരും മെതുകിൽ MLAയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരുന്നു. പൂച്ചെണ്ടുകൾ നൽകിയും മുദ്രാവാക്യം വിളികളോടെയും ആവേശകരമായാണ് ജനങ്ങൾ പ്രിയ നേതാവിനെ വരവേറ്റത്. തുടർന്ന് UR പ്രദീപ് വോട്ടർമാരുടെ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ഇനിയും ശക്തമായി മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. നല്ല വിജയം സമ്മാനിച്ച് മെതുക് പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരെയും ഈ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വീട് വിടാന്തരം കയറി ഇടതുപക്ഷത്തിന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അവരാൽ കഴിയുന്ന രീതിയിൽ നല്ല ഇടപെടൽ നടത്തിയ ഒട്ടേറെ പ്രവർത്തകരുണ്ട്. അവർക്കും ഈ സമയത്ത് ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ മുമ്പിൽ ഈ നാടിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ആ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ചെയ്തത്. എന്നാൽ ജനത്തിൻ്റെ വിധിയെ മാനിച്ചുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങൾ വീണ്ടും എടുത്ത് പുതിയ സർക്കാരിൻ്റെ രൂപീകരണ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്ത കാര്യങ്ങൾ വീണ്ടും ഈ സർക്കാരിൻ്റെ മുമ്പിൽ കൊടുക്കാനും അത് നേടിയെടുക്കാൻ എൻ്റെ കൂടെ മുഴുവൻ നല്ല മനസ്സുകളും ഉണ്ടാവണമേ. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു.